LTTEക്കുള്ള നിരോധനം കേന്ദ്ര സർക്കാർ നീട്ടി. 5 വർഷത്തേക്കാണ് നിരോധനം നീട്ടിയത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, വിശദാംശങ്ങൾ. ഗോകുൽ, രാജീവ് ഗാന്ധി വധക്കേസിന് ശേഷമാണ് LTT രാജ്യത്ത് നിരോധിക്കപ്പെടുന്നത്. അതിനുശേഷം ഓരോ 5 വർഷത്തേക്കുമാണ് നിരോധനം നീട്ടിയിരുന്നത്. ഈ വർഷവും ഈ സമാനമായ അർത്ഥത്തിലാണ് ഇത്തവണയും 5 വർഷത്തേക്ക് നിരോധനം നീട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ തോതിൽ, അതായത് വേലുപ്പിള്ള പ്രഭാകരന്റെ മരണശേഷം അത്ര കാര്യമായുള്ള പ്രവർത്തനങ്ങൾ LTTയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചിട്ടില്ല എന്നൊരു വാദം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നു. മാത്രമല്ല, വേലുപ്പിള്ള പ്രഭാകരന്റെ മകളുടേതായിട്ടുള്ള ഒരു ഓഡിയോ സന്ദേശം വരികയും അങ്ങനെ ആ രീതിയിൽ, അതായത് തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് LTT യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് കൃത്യമായി തന്നെ പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നു എന്നൊരു സൂചനകൾ എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുമുണ്ട്. സോ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നിരോധനം നീട്ടിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഈ നിരോധനം നീട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം തമിഴ്നാട്ടുകാർക്ക് അല്ലെങ്കിൽ തമിഴർക്ക് വേണ്ടി ഒരു രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് എന്തായാലും ഈ LTT രൂപീകരിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെ യുവാക്കൾക്കിടയിൽ കാര്യമായ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് LTT എത്തുന്നു എന്നുള്ള സൂചനകൾ എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് നിരോധനം നീട്ടിയിരിക്കുന്നത്. ഗോകുൽ, ശരി. LTTEക്കുള്ള നിരോധനം 5 വർഷത്തെ കൂടി നീട്ടി. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് മനേഷ് മൂർത്തി പങ്കുവച്ചത്.